ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ സർപ്പബലി. തലക്കോട് അള്ളുങ്കലിലെ പള്ളി ശ്രദ്ധേയമായി മാറുന്നു. ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഈ മനോഹര നിർമ്മിതി കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഭൂമിക്കടിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയെന്ന് വിലയിരുത്തുന്ന തലക്കോട് അള്ളുങ്കലിലെ പള്ളി ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. തലക്കോട് അള്ളുങ്കൽ പാച്ചേറ്റിയിൽ സൂഫി സെന്ററിൽ പ്രവർത്തിക്കുന്ന MAGS ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഖാദിരി ചിഷ്ദിയുടെ നേതൃത്വത്തിൽ 14ഓളം പേർ ചേർന്ന് 60 ദിവസം കൊണ്ട് നിർമ്മിച്ച 65ഓളം മീറ്റർ സഞ്ചരിക്കാവുന്ന ഭൂമിക്കടിയിലാണ് 80 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 22 അടി ഭൂമിയിൽ നിന്നും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ മുൻവശത്തെ വാതിൽ തുറന്നാൽ താഴേക്കുള്ള പടികളാണ് ആദ്യം കാണുന്നത്. പടിയുടെ അവസാനം ഇടത്തോട്ടും വലത്തോട്ടും തുരങ്കങ്ങൾ കാണാം. ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള 9ഓളം ധ്യാന പീഠങ്ങളും 2 മുറികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഉറപ്പുള്ള മട്ടിപ്പാടുകൾ തുരന്നാണ് തുരങ്ക നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇടതുവശത്തുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനം എത്തി നിൽക്കുന്നത് ആരിലും കൗതുകമുണർത്തുന്ന കുഞ്ഞൻ പള്ളിയിലാണ്. എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന വിശ്വാസമാണ് ഇതുപോലെ ഒരു മസ്ജിദും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ കാരണമെന്ന് സൊസൈറ്റി പ്രസിഡന്റും സൂഫി ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഖാദിരി ചിഷ്ദി പറഞ്ഞു. ഇത് മസ്ജിദ് മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ ആരാധന നടത്താനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിരിക്കുകയാണ് മാക്സ് ചാരിറ്റബിൾ സൊസൈറ്റി. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള എൻ്റെ ശിഷ്യന്മാർ 14 പേരോളം കൂടി ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളി സംവിധാനങ്ങളുമാണ്. ഇതിൻ്റെ ഉദ്ദേശം എല്ലാ മതങ്ങളും മനുഷ്യരായി ചിന്തിച്ചു കൊണ്ടിട്ട് സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും, അള്ളാഹു കേൾക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. മനുഷ്യൻ നല്ലതല്ലെങ്കിൽ മതം കൊണ്ട് ഒരു ഉപകാരവുമില്ല. അപ്പോൾ ഇത് എന്നിലേക്ക് പകർന്നു തന്നത് എൻ്റെ ഗുരുനാഥനാണ്. എൻ്റെ ഗുരു സൂഫി വര്യനും ആത്മീയാചാര്യനുമായിട്ടുള്ള ഹജ ഗൗസി പീർത്തങ്ങളാണ്. അവർ കാട്ടിത്തന്നൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് മാത്രം. ഇത് നമ്മളുടെ ഒരു പുതിയ ആശയങ്ങളൊന്നുമല്ല, പണ്ടേ ഉള്ള ആശയങ്ങൾ തന്നെയാണ്. ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഈ മനോഹര നിർമ്മിതി കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.